ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നേരെ വീഡിയോ കണ്ടു നോക്കട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ തന്നെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മുറ്റടിക്കണം കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചിങ്ങനെ വരുന്ന സമയത്താണ് മക്കളിവിടെ നല്ല ടാങ്ക് കലക്കി വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിരുന്നാണ്ട് അവർ കൊണ്ടുവന്നപ്പോൾ കുടിച്ചിട്ടോ. അങ്ങനെ അത് കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ കുരങ്ങ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര കുരങ്ങ ശല്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുരങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ വാതിൽ ജനലൊക്കെ തുറന്നിട്ടാൽ അതിലേക്കൊക്കെ കയറും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകും കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇന്നെ മമ്പയറും കുപ്പി എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു അഡ്രസ്സേ ഇല്ല കേട്ടോ. പിന്നെ അവർ തിന്ന് എന്താ കാട്ടിയെന്ന് അറിയില്ല, കുപ്പി ഉണ്ടേനെ അവിടെ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ അതൊക്കെ അതിനെ കാട്ടി അത് ഏകദേശം പോയപ്പോൾ എന്തൊക്കെ ഇവിടെ ഞങ്ങൾ ചീര നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മത്തൻ്റെ അടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മത്തൻ്റെ ഇലയൊക്കെ മുളച്ചിരിക്കുന്ന ചീരയും നല്ലോണം ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ നമുക്ക് ഉപ്പേരിയോ താളിപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ അത് പറിച്ചെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ കറ്റാർവാഴ മുളകിൻ്റെ ചെടി, അതേപോലെ തക്കാളി ചെടി, പിന്നെ ഇതേ 10 മണി മുല്ല, അങ്ങനെ ഇതേ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അതിനിടയിൽ ഇവിടെ ഇതേ വത്തക്കൻ്റെ ഇത് മുളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ മുളക്കട്ടെ. പിന്നെ ഇതേ ഇവിടെ നല്ല ചാമ്പക്ക ഉണ്ട് കേട്ടോ. പിന്നെ നല്ല അത്യാവശ്യം മധുരം പുളിയൊക്കെ ഉള്ളൊരു ചാമ്പക്കയാണ് കേട്ടോ. പിന്നെ റോസും വെള്ളമൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതേ നല്ല തേൻ വരിക്ക ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുരങ്ങ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ മൂടിയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നല്ല മൂപ്പൊക്കെ ആയി വരുന്നുണ്ട് കേട്ടത്. അപ്പോൾ നല്ല അടിപൊളി ചക്കയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും നമ്മളതൊന്നും അല്ല കേട്ടോ, ഇതിവിടെ വാടകയ്ക്കാണ് നമ്മൾ ഇരിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്നിങ്ങനെ കാണിച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ ഇതേ ഇവിടെ ചെറിയൊരു മാങ്ങൻ്റെ മരം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതേ അവിടുത്തെ മാങ്ങ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ഒരു മാങ്ങ കിട്ടി, അത് പൊളിച്ച് നോക്കുമ്പോൾ ഇതേ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ അങ്ങനെ മാങ്ങയൊക്കെ തിന്ന് കഴിഞ്ഞ് പിന്നെ ഇതേ അടുത്തത് ഇവിടെ കണ്ടോ നല്ല കാന്താരി ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പറയേണ്ട ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ നല്ല എരിവുള്ള കാന്താരിയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, വാടക വീടാണെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മളിത് ചാമ്പക്ക വേറൊരു മരം ഇട്ടിട്ട് നമ്മൾ ഈ വരുന്ന വഴീൻ്റെ അവിടെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ചാമ്പക്കയാണ് കേട്ടോ. അതിനാണെങ്കിൽ തുരുതുരേനെ ഉണ്ടായിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നല്ല കുട്ടികൾ കുറേ ഇന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നേ പിന്നെ നമുക്ക് നോമ്പിൻ്റെ സമയത്തായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് ഞാൻ കുറേ ഉപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ മക്കൾ ഉപ്പും മുളകൊക്കെ തിരുമ്മിയിട്ട് അങ്ങനെ തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു നാരങ്ങയാണ് കേട്ടോ. ഇതിങ്ങനെ എന്തോ ഉപ്പും മുളകൊക്കെ കൂട്ടിയിട്ട് തിന്നണം അത്. പക്ഷേ ഇത് ഇത്ര വലിപ്പമല്ല കേട്ടോ, നല്ല അത്യാവശ്യം വലിപ്പം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതേ അടുത്തത് കണ്ടോ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. പിന്നെ ഏകദേശം ഇവിടെ ഞാൻ പറഞ്ഞില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇപ്പോൾ കുറേ നമ്മൾ തന്നെ പറിച്ച് കണ്ട് അങ്ങനെ കഴിഞ്ഞിട്ട് നല്ല മണമുള്ള ഒരു കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. ഏകദേശം നമ്മൾ ഇതാക്കണ ചീരൻ്റെ ഇലയൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നല്ല പുല്ലുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടുള്ളതൊക്കെ വന്നുകൊണ്ട് നമ്മൾ വലിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാക്കണം. ഞാനിങ്ങനെ ചീര ഇങ്ങനെ പിടിച്ച് തിരിച്ചു മറിച്ച് എന്താ പറയുക, ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഒരുപാട് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ചീരയൊക്കെ വന്നിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ഈ ചീരൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ പുഴുവില്ല കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാക്കണേ ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ 3ാമത്തെ മോനാണ് കേട്ടോ. ഇതിന് വെക്കേഷന് ഇതിവിടെ അടുപ്പും തേമ്പിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വെറുതെ ഇരിക്കണത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ വെറുതെ മണ്ണ് കളിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞാൽ അവിടുന്ന് മണ്ണെടുത്തുകൊണ്ട് ഞാൻ അടുപ്പ് തേമ്പാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്, അടുപ്പിന് ഒരു കുഴപ്പമില്ലാത്ത അടുപ്പാണ് കേട്ടോ. ഇനി തേമ്പിങ്ങാണ്ട് ഇപ്പോൾ കൊളാക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ എന്തായാലും ഇതാക്കണേ പിന്നെ നമുക്കൊരു ഐസ് കിട്ടിയിരിക്കണം കേട്ടോ. നല്ല വെയിലും ചൂടല്ലേ. അപ്പോൾ ഞങ്ങൾ എന്താക്കി 3 പേര് ഐസും തിന്നു കേട്ടോ. അങ്ങനെ ഇതേ അടുപ്പൊക്കെ അടിപൊളിയായിട്ട് തേമ്പി ഉഷാറായിട്ട് ഇതേ നമ്മൾ അടുപ്പൊക്കെ ഇങ്ങനെ ഉണങ്ങി വന്നിരിക്കണം കേട്ടോ. കാരണം നല്ല വെയിലായതുകൊണ്ട് വേഗം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും പിന്നെ അതൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരുന്ന് കുറച്ച് നേരമായപ്പോഴാണ് അയൽവാസി ഇതേ ചീര പിന്നെയും കൂടെ തന്നിട്ടോ. അങ്ങനെ അതേ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതേ അയൽവാസി കുട്ടിയാണത്. അപ്പോൾ ഇതേ അവൻ വന്നിട്ട് പറഞ്ഞാൽ അവനക്ക് നല്ല ചാമ്പൊക്കെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ എന്നെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചുമോൻ പറഞ്ഞു ഞാൻ എന്നാൽ പറിച്ച് തരാറിട്ട് അങ്ങനെ എന്തൊക്കെ ഓനങ്ങനെ പറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ചീരയൊക്കെ അങ്ങനെ അരിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പേരിയും വെക്കുക, കുറച്ച് പരിപ്പ് കൂടെ ഇട്ട് താളിക്കുക വിചാരിച്ചിട്ടോ. അങ്ങനെ ഇതേ മക്കളിങ്ങനെ ഇത് പറിച്ചു വിടുന്നപ്പോൾ അങ്ങനെ അവരെന്നെ എടുത്ത് പിന്നെ ഇതേ അവർ ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണിത്
പിന്നെ അവർ തന്നെയാണ് കേട്ടോ നന്നാക്കണത്. അങ്ങനെ അവർ കുപ്പായം ഇടാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പോൾ അത് കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു. മാങ്ങൻ്റെ പിന്നെ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇരിയും പരിപ്പും താളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മുട്ട റോസ്റ്റും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഇതാക്കണ നല്ല കട്ടൻ ചായയും പിന്നെ ഇതാക്കണ പഴം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അതുകൊണ്ട് നല്ല പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, നിങ്ങൾ നമ്മളെ സപ്പോർട്ടാക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.